എഴുതി എനിക്ക് വേസ്റ്റ് ആക്കി കളയാൻ സമയമില്ല. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലികളുണ്ട് രജിസ്റ്റർ ഓഫീസിൽ. വിടുന്നേ? ഇല്ല, ഇങ്ങോട്ട് ഞാൻ വിടില്ല. ഈ കല്യാണം നടക്കാൻ പാടില്ല. വാ ഇങ്ങോട്ട്. എന്താ ഉണ്ടായേ? മോളെ, ശിവാനിയുടെ പ്രണവിന്റെ കല്യാണം നടത്താൻ വേണ്ടിയാ വസുയെ പോകുന്നത്. അയ്യോ അയ്യോ, വസു വസു പോകല്ലേ, വസു പോകല്ലേ. മോളെ, വസു ഒന്ന് പ്രണവിന്റെ ശിവാനിയുടെയും കല്യാണം നടത്തും. മോളെ, ഞാൻ എന്തുമാത്രം യാചിച്ചു എന്നറിയോ? എന്ത് പറഞ്ഞിട്ട് വസു കേൾക്കുന്നില്ല. ഈ പോയത് രജിസ്റ്റർ ഓഫീസിലേക്കാ. ശിവാനി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ അവളുടെ പ്ലാൻ. എന്തിനാ മോളെ വസു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മ, ഞാൻ എന്തുമാത്രം കാല് പിടിച്ചു എന്നറിയോ, യാചിച്ചു എന്നറിയോ? ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. മുടക്കേ പറ്റൂ മോളെ, എങ്ങനെയെങ്കിലും മുടക്കേ പറ്റൂ. എന്താ പാറു, എന്താ നിധി, പാറു നിനക്ക് അറിയുന്നേ? മോനെ, എല്ലാം കുഴപ്പത്തിലായിടാ, കയ്യിന്ന് പോയി എല്ലാം. എന്താന്ന് പറ. ഒന്നുമല്ല ഗൗതം, അത് പിന്നെ പ്രണവിന്റെയും ശിവാനിയുടെയും വിവാഹത്തിന് വസുന്ധരാന്റെ സപ്പോർട്ടാണല്ലോ. അതിന് അല്ല ഗൗതം, അവരെ സപ്പോർട്ട് ചെയ്യരുതെന്ന് ആന്റിയോട് അമ്മ ഒരുപാട് പറഞ്ഞു നോക്കി. അതൊന്നും കേൾക്കാതെ ആന്റി കാറും എടുത്തു പോയി. എങ്ങോട്ട് പോയിന്ന്? ഞാൻ വസുവിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോ അവള് പറഞ്ഞു രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാണെന്ന്. ഇപ്പോഴും പറഞ്ഞു. രജിസ്റ്റർ ഓഫീസിലേക്കോ? വസു ഇപ്പൊ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിരിക്കുന്നത് പ്രണവിന്റെയും ശിവാനിയുടെയും വിവാഹം നടത്താനാ. പേടിയാവുന്നു മോനെ എനിക്ക്. ഉറപ്പാ, വസു ഇന്ന് പ്രണവിന്റെയും ശിവാനിയുടെയും വിവാഹം നടത്തിയിരിക്കും. അതിനുവേണ്ടി തന്നെ വസു ഇപ്പൊ പോയിരിക്കുന്നത്. കരയാതിരിക്കെ, രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിട്ടല്ലേ ഉള്ളൂ, ഒന്നും നടക്കില്ല. അവിടെ ചെന്ന് ഞങ്ങള് പ്രണവിനെ തിരിച്ചു വിളിച്ചോണ്ട് വരും. മോനെ, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും മോനെ. അവന്റെ ജീവിതം തുലയ്ക്കാനാ ശിവാനി ഒരുങ്ങുന്നത്. പാറൊന്ന് സമാധാനപ്പെട്, ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം, വിളിച്ചോണ്ട് വരാം അവനെ. എങ്കിൽ വേഗം പോ, സമയം കളയല്ലേ. ഇത് മോളെ ചെല്ല് ചെല്ല്. വേഗം പോ. ഭഗവാനെ കൃഷ്ണ, അയ്യോ ഭഗവതി, ഭഗവതി, ഒരു കാരണവശാൽ ഈ വിവാഹം നടക്കല്ലേ. ഈ കുടുംബക്കോളം തവണ കൂട്ടു നിൽക്കല്ലേ ഭഗവാന്. കൃഷ്ണ, അയ്യോ. ജ്യോതി, നമുക്ക് ഓഫീസറെ പോയി കാണാം. ഒരു കാര്യം ചെയ്, വസുന്ധര ഇവിടെ നിന്നാ മതി. ഇവരെ കൊണ്ടുപോയി ഞാൻ രജിസ്ട്രാറുമായി സംസാരിക്കാം. അതെന്താ ഞാൻ കൂടി വന്നാല് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ വസുന്ധര കൂടി വരാതിരിക്കുന്നതാവും നല്ലത്. അത് വേറൊന്നും കൊണ്ടല്ലോ വസുന്ധരെ, ലീഗലി ആണേൽ 1 മാസം കഴിയാതെ ഇവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇത് ഓഫീസർ CK വിളിച്ച് ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഒരു ഇല്ലീഗൽ ഇടപാടാണല്ലോ. നിയമവിരുദ്ധമായിട്ടാണ് നാളെ ഇവരുടെ വിവാഹ രജിസ്ട്രേഷൻ നടത്താൻ പോകുന്നത്. കൂടുതൽ ആൾക്കാരുമായി ചെന്നിട്ട് ആ രജിസ്റ്റർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അത് ശരിയാ, ചിലപ്പോ അപരിചിതരെ കണ്ട അയാൾ ഒഴിഞ്ഞു മാറിക്കളയും. എന്നാ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി, ഞാൻ ഇവിടെ തന്നെ കാണും. ശരി. ശിവാനി, പ്രണവ്, വരൂ. ആന്റി, ഞങ്ങൾ പോയിട്ട് വരാം.
എക്സ്ക്യൂസ് മീ സർ, ആ വരൂ. ഞാൻ സി കെ ചന്ദ്രബോസിന്റെ വൈഫാണ്, ജ്യോതിർമയി. ആ സാറ് വിളിച്ചായിരുന്നോ? ഇരിക്കു മേഡം. കാര്യങ്ങളൊക്കെ സി കെ സാറ് വിളിച്ച് പറഞ്ഞിരുന്നോ? ലവ് മാരേജ് ആണല്ലേ? അതെ സർ, രണ്ടുപേരുടെയും വീട്ടുകാർക്ക് യോജിപ്പില്ല. അതാണ് രജിസ്റ്റർ മാരേജ് ചെയ്യാന്ന് കരുതിയത്. എന്നത്തേക്കാ വിവാഹം നടത്താമെന്ന് ഉദ്ദേശിക്കുന്നത്? ആചാരപ്രകാരമുള്ള വിവാഹം ഞങ്ങൾ നടത്തും. ആ. പക്ഷെ അതിനു മുൻപ് നാളെ തന്നെ മാരേജ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അല്ല, കാര്യങ്ങളൊക്കെ സി കെ സാർ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും രജിസ്ട്രേഷൻ നാളെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. നാളെ രജിസ്ട്രേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അത് നിയമപ്രകാരം ബുദ്ധിമുട്ടാവുമല്ലോ മേഡം. അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഫോട്ടോ പതിച്ച ഒരു നോട്ടീസ് ഞങ്ങൾ 1 മാസത്തെ കാലാവധിക്ക് ഇവിടുത്തെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കും. അതിനുശേഷം മാത്രമേ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ നടക്കൂ.